ചേട്ടാ, നമ്മുടെ എമ്പുരാൻ റിലീസായിട്ട് ഇപ്പോൾ രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായിട്ട് ചിത്രം എല്ലാവരും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഗ്ലോബലി എല്ലായിടത്തും നല്ല തിരക്കുകൾ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ജർമ്മനിയിലേക്ക് തിരക്കുകളെയൊക്കെ പറ്റി മലയാളി യൂട്യൂബേഴ്സ് തന്നെ പറയുന്നുണ്ട്. അത്രത്തോളം ട്രാവൽ ചെയ്തിട്ടൊക്കെ അവർ എമ്പുരാൻ സിനിമ കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായി അതിൻ്റെ വലിയ രീതിയിൽ കൂടുതലൊക്കെ സൃഷ്ടിച്ചൊരു സിനിമ കൂടിയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നത്. അതിൻ്റെ അടികളും അല്ലെങ്കിൽ അതിൻ്റെ വിമർശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ BJP-യുടെ ഒരു നേതാവായിട്ടുള്ള യുവരാജ് ഗോകുൽ ഒരു പോസ്റ്റ് ഇടുന്നത്. താൻ ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു. അതിനകത്ത് കുറേയധികം പരാമർശങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുരളി ഗോപിയെ പറ്റിയും പറയുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളി ഒരുപാട് കാത്തിരിപ്പുകൾക്കൊടുവിൽ തിയേറ്ററിലെത്തിയപ്പോൾ അതിനെ വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടത്. അത് മലയാളിക്ക് എന്ന് മാത്രമല്ല, ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നതും കഴിഞ്ഞിട്ട് ഒരു വേൾഡ് വൈഡ് ആയിട്ട് അത് റിലീസ് ചെയ്യുന്ന തരത്തിലേക്ക് ആ മൂവി പോയിട്ടുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ സിനിമ കണ്ട സമയത്ത് ആ സിനിമ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ, അതായത് BJP-യുടെ ആളുകളായാലും സംഘപരിവാറിൻ്റെ ആളുകളായാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴും മോഹൻലാലിന് പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും അവരുടെ പിന്തുണ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഈ BJP-യുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായൊരു വിവാദം എന്ന് പറയുന്നത് ഗുജറാത്തിലെ കലാപം ഏകപക്ഷീയമായിട്ട് ആ സിനിമയിൽ കാണിച്ചു എന്നുള്ളതാണ് ഇവരുടെ എല്ലാം പരാതി എന്ന് പറയുന്നത്. ഇപ്പൊ ആ കലാപം കാണിച്ചത് കൊണ്ടല്ല ഈ പരാതി എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കലാപം കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കലാപം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിലേക്ക് പോയില്ല എന്നാണ് ഏറ്റവും വലിയ ഒരു ഈ പറയുന്ന ഒരു വിമർശനമായിട്ട് അവർ പറയുന്നത്. ഗോദ്രയിലെ ഈ കർഷകരായിട്ടുള്ള ഏകദേശം 59ഓളം സന്യാസിമാർ സഞ്ചരിച്ച ഒരു ട്രെയിൻ കത്തിച്ചു കളയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ കത്തിച്ചു കളഞ്ഞത് അവിടെയുള്ള ചില മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ ഇന്ന് കസ്റ്റഡിയിലാണ്, അതായത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എവിടെയും പറയാതെ ഈ കലാപത്തെ മാത്രം എടുത്ത് അതൊരു സംഘപരിവാർ വിരുദ്ധ സിനിമയാക്കി മാറ്റുന്നു എന്നാണ് BJP-യുടെ അല്ലെങ്കിൽ സംഘപരിവാർ അണികളുടെ ഒരു വിമർശനം എന്ന് പറയുന്നത്. അതെ, ഈ സിനിമയ്ക്ക് ശേഷം പലരുടെയും സ്റ്റോറീസ് ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റുകളാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും കറങ്ങി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി അമിത്ഷായെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സിനിമ എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എങ്കിൽ കൂടി പൃഥ്വിരാജ് സുകുമാരൻ യഥാർത്ഥ വില്ലന്മാരെ ലോകത്തിന് മുൻപിലേക്ക് തുറന്നു കാണിക്കുകയാണ് ഈ പാൻ ഇന്ത്യൻ സിനിമയിലൂടെ എന്ന രീതിയിൽ ഹാഷ്ടാഗുകളൂടെ പ്രചരിക്കുന്ന ഒരു കാര്യം കൂടെ ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട്. അത് പ്രചരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഒരു നമ്മുടെ പറയുന്ന സംഘപരിവാരാണെങ്കിലും BJP ആണെങ്കിലും കൂട്ടത്തോടെ അവർ പറയുന്നത് തങ്ങൾ ഈ സിനിമയെ ബഹിഷ്കരിക്കുകയാണ്, നോർത്തിലേക്ക് ടിക്കറ്റുകൾ ആരും എടുക്കുന്നില്ല, എടുത്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന്. ഇത് ഈ സിനിമയെ തന്നെ കാര്യമായി ബാധിക്കില്ലേ? അതായത് ഇപ്പം ഞാൻ പറയാം, ഈ സിനിമ ഒരിക്കലും ഗുജറാത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. കാരണം ഗുജറാത്തിൽ സിനിമ പ്രദർശിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നിലനിൽപ്പുണ്ടാവില്ല. വീണ്ടും ഈ പറയുന്ന ഒരു വലിയ മുറിവ് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഒരു സംഭവമാണ് ഈ പറയുന്ന പോലെ ഗുജറാത്തിലെ കലാപം എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള കലാപം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രാജ്യം മറക്കാൻ ശ്രമിക്കുന്ന ഒരു കലാപത്തിന്റെ മുകളിൽ മുറിവിൽ വീണ്ടും മുളക് വാരിയിട്ട് അതിനെ ഒരു വിദ്വേഷത്തിന്റെ ഒരു അതിന്റെ വിദ്വേഷത്തിന്റെ പുൽനാമ്പുകൾ വീണ്ടും മുളപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. വളരെ സെൻസിറ്റീവായിട്ട് പല കാര്യങ്ങളും കാണിക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ചർച്ചകളിലൊക്കെ കേട്ടതുപോലെ ഈ രോമാഞ്ചം കൊള്ളിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും അവിടെ ഇത് നമ്മളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് ഇവിടെ ഇത് ആ ഒരു തിയേറ്ററിൽ നമ്മൾ പോയി കാണുമ്പോൾ വളരെ വലിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നമ്മൾ അതിനെ കാണും. പക്ഷേ ഗുജറാത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ആ കണ്ട വിഷ്വൽസ് ഒക്കെ നടന്ന സ്ഥലമാണത്. അവിടെ ഇപ്പോഴും അവിടെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ വീണ്ടും അവരുടെ തലമുറകളോളം കേട്ടു വന്നിരുന്ന കഥയുടെ എത്ര ഇൻറ്റൻസ് ആയിരുന്നു അല്ലെങ്കിൽ എത്ര സെൻസിറ്റീവ് ആയിരുന്നു എന്ന് അവരെ കാണുകയാണ്. അപ്പൊ തീർച്ചയായും അവരിൽ അതിൽ മാറ്റം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും മുറിവുണക്കുന്നതിന് പകരം മുറിവിന്റെ ആഴം കൂട്ടുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയാതിരിക്കാനും വയ്യ. കാരണം ഏതൊരു പ്രശ്നത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു സെൻസിറ്റീവായി അത് ചിത്രീകരിക്കുകയും ആളുകൾക്കുള്ളിലേക്ക് ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഈ വിഭജനം വീണ്ടും ഉണ്ടാകുന്ന രീതിയിലേക്ക് സിനിമ എടുക്കുക. അത് ആര് ചെയ്താലും, അത് ഏത് സിനിമകൾ ചെയ്താലും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇപ്പോൾ യുവരാജ് ഗോകുൽ എന്ന് പറയുന്നത് BJP-യുടെ ബൗദ്ധിക സെൽ കോർഡിനേറ്റർ ആയിക്കൊണ്ടുള്ള ഒരാളായിരുന്നു, കൺവീനർ ആയിട്ടുള്ള ഒരാളായിരുന്നു. യുവരാജ് ഗോകുൽ പ്രധാനപ്പെട്ട BJP-യുടെ യുവ നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് യുവരാജ്. അപ്പോൾ യുവരാജ് വളരെ കൃത്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിനെതിരെ അല്ല അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പൃഥ്വിരാജിന്റെ സിനിമയുടെ സംവിധാനമുള്ള പൃഥ്വിരാജിനെതിരെയും മുരളി ഗോപിക്കെതിരെയുമാണ്. പൃഥ്വിരാജ് കാലങ്ങളായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കൊച്ചിയിലെ ഈ പറയുന്ന പോലെ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ ഒരു സിനിമാ നെക്സസ് ഉണ്ട്. ആ സിനിമാ നെക്സസ് എന്ന് പറയുന്ന ഒരു ജിഹാദി നെക്സസ് ആണെന്നും ആ നെക്സസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ പറയുന്ന പൃഥ്വിരാജ് എന്നും യുവരാജ് ഗോകുൽ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കടന്നാൽ അദ്ദേഹം പറയുന്നത് കാലങ്ങളായിട്ട് ഈ മുംബൈയിലെ പാലി ഹിൽ ഏരിയ ഉണ്ട്, പാലി
വാലി ഹിൽസ് ഏരിയയിൽ ഈ പറയുന്ന ഖാൻമാർക്കും അതുപോലെ തന്നെ അവിടുത്തെ ബിഗ് സെലിബ്രിറ്റികൾക്ക് മാത്രം ഒരു വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടിയിരുന്ന ഒരു സ്ഥലത്ത്, കേരളത്തിലെ താരരാജാക്കന്മാരായി പതിറ്റാണ്ടുകളോളം നിന്ന ആളുകൾക്ക് പോലും ആ ഹിൽ വ്യൂ ഭാഗത്ത് ഒരു ഫ്ലാറ്റ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പൃഥ്വിരാജിന് ഒരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് ആര് കൊടുത്തു എന്ന രീതിയിൽ ഒരു അന്വേഷണം പോയാൽ അവിടെ നിന്ന് തുടങ്ങും എമ്പുരാൻ എങ്ങനെ ഉണ്ടായി എന്നാണ് യുവരാജ് ഗോകുൽ പറയുന്നത്. മുമ്പ് ഇതൊരു ചർച്ചയായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുക്കുന്ന സമയത്ത് പൃഥ്വിരാജ് വീണ്ടും കൂടുതലായിട്ട് എന്തോ സംതിങ് ബിഗ് സംഭവിക്കാൻ പോകുന്ന രീതിയിൽ, കാരണം പൃഥ്വിരാജിന്റെ മകളാണെങ്കിലും അംബാനി സ്കൂളിൽ പഠിക്കാൻ പോയപ്പോഴാണെങ്കിലും ഇതേപോലെ ഈ ഫ്ലാറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും കൂടുതൽ എന്തോ ബോളിവുഡിലേക്ക് ഇറങ്ങാനാണോ അല്ലെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യാനാണോ അല്ലെങ്കിൽ സിനിമാപരമായിട്ടുള്ള ചർച്ചകൾ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഒരു വിവാദം ഓൾറെഡി ഉണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് ഇപ്പോൾ യുവരാജ് ഗോകുൽ ഇത്തരത്തിലൊരു പോസ്റ്റ്. യുവരാജ് ഗോകുൽ മാത്രമല്ല, സംഘപരിവാറിന്റെ ടി ജി മോഹൻദാസ് ഉൾപ്പെടെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് ഈ വാര്യൻ കുന്നൻ എന്ന് പറയുന്ന സിനിമ എടുക്കാൻ വേണ്ടി പോയ ആളാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജ് പിന്നെ അത് ഒഴിവാക്കിയത് ചില കാര്യങ്ങൾ ഭയന്നുകൊണ്ടാണ്. പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന 1921 കലാപത്തെ ആസ്പദമാക്കി എടുത്ത ഒരു സിനിമയായി കാണാതെ, അതിന് പ്രദർശന സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുകയും, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയായി കാണാതെ അതും കേരളത്തിൽ കള്ള സിനിമയാണ് അല്ലെങ്കിൽ നുണക്കഥയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ ഈ സിനിമയെ എമ്പുരാൻ വരുമ്പോൾ സിനിമയായി കാണണമെന്ന് പറയുന്നു എന്നത് ഒരു ഭാഗത്ത്. ഇതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് പുഴ മുതൽ പുഴ വരെയും അല്ലെങ്കിൽ കേരള സ്റ്റോറിയും സിനിമയായി കാണണം എന്ന് പറഞ്ഞ സംഘപരിവാറുകാർ ഈ സിനിമയിലേക്ക് വരുന്നേരം അവരും നേരെ അട്ടിമാറുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാം പൊളിറ്റിക്സ് ആണ് ബേസിക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം ഈ യുവരാജിന്റെ പോസ്റ്റ് കുറച്ചും കൂടി ഗൗരവകരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ അദ്ദേഹം മുരളി ഗോപിക്കെതിരെ പറയുന്നൊരു കാര്യമുണ്ട്. മുരളി ഗോപിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ ഈ സിനിമയുടെ പ്രൊമോഷനിൽ? അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ചിലപ്പോൾ അതിന്റെ റീസൺസ് ഒക്കെ അറിയായിരിക്കും. അത് തുറന്നു പറയാതെ ഇങ്ങനെ നിങ്ങൾ ഈ പുള്ളിയെ എവിടെയെങ്കിലും കണ്ടിരുന്നു? എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഇത്രയും പാൻ ഇന്ത്യ സിനിമ, അതിന്റെ പ്രൊമോഷൻസ് ആണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എവിടെ? പുള്ളിയെ കണ്ടിരുന്നോ? അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇട്ട് കൊടുക്കുമ്പോൾ പുള്ളിക്ക് കൃത്യമായിട്ടുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടാവുമായിരിക്കും. അതായത് ഇല്ലെങ്കിൽ മുരളി ഗോപി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതിനിടയ്ക്ക് വന്നിട്ട് ഒരു വിശദീകരണം കൊടുത്തായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. മുരളി ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ എന്തുകൊണ്ട് ഈ പറയുന്ന ഇതിൽ വന്നില്ല, ഇത്രയും ആരോപണങ്ങൾ വരുന്നല്ലോ, ഞാൻ എന്തുകൊണ്ടാണ് വരാതിരുന്നത്, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മുരളി ഗോപി എവിടെയും പ്രതിപാദിച്ചതായിട്ടോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മുരളി ഗോപിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള അഭ്യൂഹങ്ങൾ വരുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ മുരളി ഗോപി തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേത്, മോഹൻലാലുമായി ബന്ധപ്പെട്ട് ലാലേട്ടനെ ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുപോയി ലാലേട്ടന്റെ ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യുകയും ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടതിന്റെ ഇത്ര ഹൈ സെൻസിറ്റീവിലാണ് ഈ പടം എടുക്കുന്നത് എന്ന് ലാലേട്ടനെ അറിയിച്ചിരുന്നില്ല എന്നും പ്രിവ്യൂ ഷോ എന്ന് പറയുന്ന ഷോ നടത്താതിരിക്കുകയും, അതായത് പ്രിവ്യൂ ഷോ നടത്താതിരിക്കുന്നത് ഈ സിനിമയിലെ ട്വിസ്റ്റ് ചോരും എന്നുള്ളത് കൊണ്ടാണ്, ആ ഭയം കൊണ്ട് പ്രിവ്യൂ ഷോ നടത്തണ്ട എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു പ്രിവ്യൂ ഷോ നടക്കാതിരിക്കുന്നതിന്റെ കാരണം ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ പടം കണ്ടു കഴിഞ്ഞാൽ വളരെ വലിയ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിൽ ലാലേട്ടനെ ആ രീതിയിലേക്ക് അദ്ദേഹത്തെ അറിയാതെ ഈ സിനിമയിൽ വലിച്ചിട്ടു എന്നുള്ളതാണ് ആളുകളുടെ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ ഒരു നെറേഷൻ എന്ന് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ പ്രിവ്യൂ ഷോ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാം അറിഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട് പ്രിവ്യൂ ഷോ നടന്നില്ല എന്നൊക്കെ പറയേണ്ടത് അവരാണ്. പക്ഷേ ഇതിനിടയിൽ ഈ പ്രിവ്യൂ ഷോ നടത്താത്തത് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്നതിൻ്റെ പുറത്താണോ എന്നുള്ളതും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിലുണ്ട്. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് അഭിമാനമാകേണ്ട സിനിമ ഇന്ന് പരസ്പരം തല്ലി തീർക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും, ഒപ്പം ഇത് നോർത്ത് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാനാവാത്ത വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതും. പിന്നെ യുവരാജ് ഗോകുൽ പറയുന്നൊരു കാര്യമുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി, പിന്നെ ഇന്റലിജൻസ് ഏജൻസികൾ, ED ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വില്ലന്മാർ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നായക പരിവേഷവും അതെ, ആധികാരികമായി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് യുവരാജ് ഗോകുൽ പറയുന്നത്. ഒപ്പം ലഷ്കർ ഇ തോയ്ബ പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളരെയധികം ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്ന പരാതിയും ഇവർക്കുണ്ട്. എന്ത് തന്നെയായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഇനി കൃത്യമായ ഒരു യുദ്ധം, ഒരു സൈബർ യുദ്ധം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.